ഇന്ത്യയുടെ ഏറ്റവും പുതിയ ചീഫ് ജസ്റ്റിസായിട്ട് ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരമേൽക്കാൻ പോവുകയാണ്. രാഷ്ട്രപതി ഭവനിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായിട്ടാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരമേൽക്കാൻ പോകുന്നത്. ജസ്റ്റിസ് BR ഗവായിക്ക് ശേഷം അധികാരത്തിലെത്തുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. न्यायमूर्ति श्री सूर्यकांत। मैं सूर्यकांत जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, जो भारत के उच्चतम न्यायालय का मुख्य न्यायमूर्ति नियुक्त हुआ हूँ, ईश्वर की शपथ लेता हूँ ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा। सच्ची श्रद्धा और निष्ठा रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा। मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा तथा मैं सम्यक प्रकार से और श्रद्धापूर्वक तथा अपनी पूरी योग्यता ज्ञान और विवेक से तथा मैं सम्यक प्रकार से और श्रद्धापूर्वक तथा अपनी पूरी योग्यता ज्ञान और विवेक से अपने पद के कर्तव्यों का भय या पक्षपात अनुराग या द्वेष के बिना पालन करूंगा। भय या पक्षपात अनुराग या द्वेष के बिना पालन करूंगा तथा मैं संविधान और विधियों की मर्यादा बनाए रखूंगा तथा मैं संविधान और विधियों की मर्यादा बनाए रखूंगा। സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായിട്ടാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇപ്പോൾ അധികാരം ഏറ്റിരിക്കുന്നത്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായിട്ട് ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരമേറ്റിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. 6 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഏറ്റവും പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്നു BR ഗവായിക്ക് ശേഷം നിർണായകമായ ഒട്ടേറെ അതിഥികൾ ഉണ്ടായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. പൂജ, രാജ്യത്തിൻ്റെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. അടുത്ത 15 മാസത്തോളം ചീഫ് ജസ്റ്റിസ് പദവിയിൽ, രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ആയിരിക്കും ഉണ്ടായിരിക്കുക. 2027 ഫെബ്രുവരി വരെയാണ് ചീഫ് ജസ്റ്റിസ് പദവിയിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ചുമതല വഹിക്കുക. ഈ പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു രാഷ്ട്രപതി ഭവനിൽ നടന്നിരുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ സുപ്രീം കോടതി ജഡ്ജിമാർ, 6 വിദേശ രാജ്യങ്ങളിലെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതിയിലെ സ്ഥാനമൊഴിയുന്ന ചീഫ് ജസ്റ്റിസ് BR ഗവായി കുടുംബസമേതം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരുകയും ചെയ്തിരുന്നു. ഹരിയാനയിൽ നിന്നുള്ള ആദ്യ ചീഫ് ജസ്റ്റിസ്, ഹരിയാനയിൽ നിന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ആദ്യ വ്യക്തി എന്ന പ്രത്യേകത കൂടി
ജസ്റ്റിസ് സൂര്യകാന്തിനുണ്ട്. 2019 അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേൽക്കുന്നത്. അതിനു മുമ്പ് 1 വർഷത്തോളം അദ്ദേഹം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഏതാണ്ട് 2004 42-ാം വയസ്സിൽ ജസ്റ്റിസ് സൂര്യകാന്ത് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിലെ ജഡ്ജിയായി ചുമതലയേൽക്കുന്നത്. 38-ാമത്തെ വയസ്സിൽ ഹരിയാനയുടെ അഡ്വക്കേറ്റ് ജനറലായി അദ്ദേഹം ചുമതലയേറ്റിരുന്നു. അതായത് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അഡ്വക്കേറ്റ് ജനറൽമാരിൽ ഒരാളായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത്. നിയമമേഖലയിൽ അദ്ദേഹത്തിന്റെ വലിയ സ്തുത്യർഹമായ പല സേവനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ചരിത്രപരമായ പല വിധികളും ജസ്റ്റിസ് സൂര്യകാന്ത് തന്റെ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉള്ള സുപ്രീം കോടതി ജഡ്ജി എന്ന നിലയിൽ അദ്ദേഹം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ SIR ഉൾപ്പെടെയുള്ള പല നിർണായകമായ ഹർജികളും പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ്. ചീഫ് ജസ്റ്റിസായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ, അതായത് മറ്റന്നാൾ അദ്ദേഹത്തിന്റെ ബെഞ്ചിന് മുമ്പാക്കി കേരളത്തിലെ SIR അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി വരാൻ വേണ്ടി പോവുകയാണ്. നിർണായകമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ കാലയളവിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രാജ്യത്തിനൊട്ടാകെ, നമ്മുടെ കേരളത്തിനാകെ തന്നെയും പ്രധാനമായ ഒട്ടേറെ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സവിശേഷതകളുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പുതിയ ചീഫ് ജസ്റ്റിസായി 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ബി ബാലഗോപാലാണ് നമ്മളടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.